ഈ ഗവർണർ നിയമിച്ചു എന്ന് പറയുന്നത് അത് എന്താ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാ. അല്ലാതെ ഗവർണർ തീരുമാനമില്ല ഞാൻ വി സിയെ നിയമിച്ചോളാം, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് നിയമിച്ചോളാം എന്നുള്ള നിയമം അത് ഗവർണർ ഉണ്ടാക്കിയല്ലോ, അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ഗവർണർ ഉണ്ടാക്കിയിട്ടുള്ള അല്ല, ഈ ഗവർണർ ഉണ്ടാക്കിയിട്ടുള്ളതല്ല. അത് ഭരണഘടനയിലുള്ളതല്ലേ. ഇത് വി സിയെ നിയമിക്കുന്നത് ഗവർണറാണ്. അപ്പോൾ ആ ഒരു നിയമം, ആ ഒരു കീഴ്വഴക്കം അങ്ങോട്ട് പോയിന്നേ ഉള്ളൂ. അപ്പോൾ ഈ നിയമിച്ച ആൾ എന്ത് വൃത്തികേട് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരവാദിത്വം ഗവർണർ തന്നെ എടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഒരാളെ നിയമിക്കേണ്ടത് ഭരണഘടനാടിസ്ഥാനമായിട്ട് നിയമിച്ചു, ശരി, അത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. അവിടെ ചെന്ന് എന്ത് ജോലി ഇപ്പോൾ ചൂഴ്ന്നു നോക്കാൻ പറ്റില്ലല്ലോ ഇദ്ദേഹം അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നുള്ളത്. ഒരാളിനെ നിയമിക്കുന്നു, ക്വാളിഫിക്കേഷൻ ഉണ്ടാകും നോക്കുന്നു, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല ബാക്കി പ്രാക്ടിക്കൽ കാര്യങ്ങളുണ്ടാകും നോക്കുന്നു, അങ്ങനെ നിയമിച്ചു. അവിടെ ചെന്നിട്ട് പിന്നെ ഈ രാഷ്ട്രീയക്കാരന്മാരൊക്കെയോ പിന്നെ ആളായിട്ട് പണി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെയ്യുമോ ഇല്ലയോ അതൊന്നും ഇപ്പോൾ ബാക്കി അതിൻ്റെ പറയാൻ നടക്കുന്നതല്ലല്ലോ ശരിക്കും പറഞ്ഞ ഇവരുടെ ജോലി അല്ലെങ്കിൽ രാജ്ഭവൻ്റെ ജോലി. അത് മാത്രമേ എനിക്കറിയാവൂ. അപ്പോൾ അതിൽ എന്ത് കുറ്റം ചെയ്ത് അങ്ങനെയാണെങ്കിൽ അത് ഗവർണറുടെ കുറ്റമാണെന്നുണ്ടെങ്കിൽ ശരിയാ. ഈ SOP എന്നുള്ള ഇവിടെ ഭീകര സംഘടന, ഈ സംഘടനയിലെ നേതാക്കന്മാർ ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം എന്തുകൊണ്ട് അവർ ആ മാതൃസംഘടനയുടെ ഏറ്റവും വലിയ മുതിർന്ന ഒരു സഖാവ് ഏറ്റെടുത്തില്ല? അപ്പോൾ ഇവർ പറഞ്ഞല്ലോ ഗവർണറാണ് ഏറ്റെടുത്ത്, ഗവർണർ നിയമിച്ച ഒരാളാണ്, അപ്പോൾ ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം ഗവർണർ എടുക്കണമെന്ന്. ശരി, ഞാൻ പറയുക, ആ കോളേജിൽ എൻ്റെ മകൻ പഠിച്ച കോളേജിൽ അവനെ കൊന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് ആ SOPയുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ, ആ കോളേജിലെ നേതാക്കന്മാർ, പ്രസിഡന്റ്, സെക്രട്ടറി, ചെയർമാൻ എല്ലാം. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്ത ഈ ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം അവരെ മാതൃസംഘടനയായ പാർട്ടിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി ഏറ്റെടുക്കുമോ? അങ്ങനെ ഏറ്റെടുക്കുമെന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റായിരിക്കും. ശരിയാ, ഇതിൻ്റെ ഉത്തരവാദിത്വം ഗവർണർക്ക് തന്നെ ആവണം, ശരിയായിരിക്കും. അങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? തയ്യാറുണ്ടെങ്കിൽ അത് മുമ്പോട്ട് വരും, കുഴപ്പമില്ല. അല്ല, വെറും പ്രവർത്തകരല്ല ചെയ്തത്, അത് ആലോചിക്കണം. വെറും SFI പ്രവർത്തകരല്ല ചെയ്തത്, ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ ആ കോളേജിലെ ഭാരവാഹികളാണ് ചെയ്തത്. അതും കൂടെ ആലോചിക്കണം. ഞാൻ വെറും പ്രവർത്തകരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒഴിഞ്ഞു മാറാം, എന്ത് തെളിവുണ്ട്, അല്ലെങ്കിൽ അവർ മെമ്പർഷിപ്പ് കാർഡ് എവിടെയും ചോദിക്കുന്നതിൻ്റെ അന്ന് അപ്പോഴേ തന്നെ അവരെ റൂമിൽ കയറിയിട്ട് മെമ്പർഷിപ്പ് കാർഡ് എടുത്ത് കത്തിച്ച് കളയും. അതാണല്ലോ സ്ഥിരം പരിപാടി, കത്തിച്ചാമ്പലായി അങ്ങ് പോകും. അപ്പോൾ അവരല്ല ചെയ്തത്, അവരെ നേതാക്കന്മാർ, മെയിനായിട്ടുള്ള അവരെ ഭാരവാഹികൾ, അതിൻ്റെ ടോപ്പായിട്ട് നിൽക്കുന്ന യൂണിയൻ ഭാരവാഹികളാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഈ SFI എന്നുള്ള ഭീകര സംഘടനയുടെ മാതൃസംഘടന ഏറ്റെടുത്തിട്ട് അതിൻ്റെ സെക്രട്ടറിക്കോ പ്രസിഡന്റോ ഏറ്റെടുത്തിട്ട് അല്ലെങ്കിൽ രാജിവെക്കാനോ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ തയ്യാറുണ്ടോ? എൻ്റെ ഡൗട്ട് അതാണ്. അത് എനിക്ക് അത്രേ ചോദിക്കാൻ അറിയാവൂ.